എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഈ കാണുന്നത് പോലെ ഹോണ്ടയുടെ രണ്ട് വാഹനങ്ങൾ. ഒന്ന് ഏറ്റവും പുതിയ NX200, അതേപോലെ നമുക്ക് ഹോണ്ടയുടെ CB200X. രണ്ടും ഒരേ ഡിസൈനിൽ പെടുന്ന ഒരേ കാറ്റഗറിയിൽ പെടുന്ന വാഹനങ്ങളാണേലും 2024 മോഡലാണിത്. അതേപോലെ 2025 മോഡലാണിത്. 2024 നിന്ന് 25 വന്നപ്പോൾ തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. പേര് സഹിതം ഫീച്ചേഴ്സ് സഹിതം ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ കാണാം, കണ്ടല്ലേ, CB200X എന്നുള്ള 200 എന്നുള്ള ആ ഒരു സ്റ്റിക്കറിങ്, ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം ഈ ഒരു 200X എന്നുള്ളത്, അതായത് CB200X എന്നുള്ളത് കണ്ടല്ലേ, ഇത് മാറി പുതിയ NX200. അപ്പോൾ ഇത് നമ്മളൊരു കമ്പാരിസണാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നമുക്ക് കിട്ടുന്നതാണ്. നേരെ നമുക്ക് ഈ രണ്ട് വണ്ടിയുടെ കമ്പാരിസണിലോട്ട് കിടക്കാം. ആദ്യം തന്നെ പറയട്ടെ, നമുക്ക് ഇതിൽ ഈ ഒരു ഹാൻഡ് റെയിൽ, നമുക്ക് ഈ ഒരു ഹാൻഡ് ഗാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ രണ്ടിൻ്റെയും ഹാൻഡ് ഗാർഡ് തന്നെയാണ് വരുന്നതെങ്കിൽ നമുക്ക് കണ്ടല്ലേ ഇതിനൊരു പാർക്ക് വരുന്നുണ്ട്. കണ്ടല്ലേ, ഈ മിന്നുന്നത് കണ്ടല്ലേ, ഇത് ശരിക്കും മിന്നുന്നില്ല, സ്റ്റേബിളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഈ ക്യാമറ കൊണ്ടാണ് ഇത് മിന്നുന്നത് തോന്നുന്നത്. ഇത് നമുക്ക് താക്കോൽ ഓണാക്കുമ്പോൾ ഈ ഒരു പാർക്ക് എപ്പോഴും കത്തി കിടക്കും. നേരെ നമുക്ക് CB200X നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഓണാക്കിയിട്ടേക്കാണ്. കണ്ടല്ലേ, ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ പാർക്ക് കത്തുന്നില്ല. അത് നോർമൽ നമ്മൾ ഹെസാർഡ് ഇട്ടെങ്കിൽ മാത്രമേ ആ ഒരു പാർക്ക് ലൈറ്റ് കത്തുള്ളൂ. എന്നാൽ NX200 അത് താക്കോൽ ഓണാക്കുമ്പോൾ ഈ രീതിയിൽ അത് കത്തിക്കിടപ്പുണ്ട്. അപ്പോൾ അതാണ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റ് ഉണ്ടല്ലേ, ഇതും ഫുള്ളി LED സിസ്റ്റമാണ് വരുന്നത്. ഹെഡ്ലൈറ്റ് വരുന്നത് ഇതും ഫുള്ളി LED ആണ് വരുന്നത്. നമുക്ക് കണ്ടില്ല, ഇതിൻ്റെ പാർക്ക് വരുന്നത് ഈ സൈഡിലായിട്ട് കണ്ടില്ലേ, ഈ ഒരു ഡിസൈനിലാണ് 2024 മോഡൽ CB200X കൊടുത്തിരിക്കുന്നതിൽ പുതിയ NX200 ഈ സൈഡിലെ പാർക്ക് എടുത്ത് ഒഴിവാക്കിയിട്ട് അത് മുകളിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ സൈഡിലായിട്ടാണ് ആ ഒരു പാർക്ക് ലൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ രീതിയിൽ വരുന്നെങ്കിൽ ഇതിൽ കുറച്ചൊരു സ്മോക്കി ഫീല് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഡ്യുവൽ സെക്ഷനും കൊടുത്തു, സ്മോക്കി ഫീലും കൊടുത്തിട്ടുണ്ട്. ഇത് ഏറെക്കുറെ നമുക്ക് കണ്ടല്ലേ, സ്മോക്കി ഫീലൊന്നും അല്ല കിട്ടുന്നത്, നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇതിൽ നമുക്ക് ആ ഒരു സ്മോക്കി ഫീല് കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു സെറ്റപ്പ് അങ്ങനെ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ട് ടയറും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. എങ്കിലും നമുക്ക് ഏറ്റവും പുതിയ NX200 ഡ്യുവൽ ചാനൽ ABS കിട്ടുന്നുണ്ട്. നമുക്ക് CB200X സിംഗിൾ ചാനൽ ABS മാത്രമാണ് കിട്ടുന്നത്. കണ്ടല്ലേ, ബാക്കിലും ഫ്രണ്ടിലും ഡിസ്ക് ആണെങ്കിൽ പോലും നമുക്ക് ABS നമുക്ക് ബാക്കിൽ CB200X കിട്ടുന്നില്ല. എന്നാൽ നമുക്ക് NX200 നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്കിപ്പം ഡ്യുവൽ ചാനൽ ABS കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, രണ്ട് വണ്ടിക്കും പെട്രോൾ ഡിസ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹീറ്റൊക്കെ കുറച്ചുകൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള. ഇതിൽ നമുക്ക് ഈ ഒരു ഡിസ്കിൻ്റെ ഇത് കണ്ടല്ലേ, ഇത് ഒരു ഗോൾഡൻ ഫിനിഷിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതിൽ വന്നേക്കുന്നത് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ എടുത്തു പറയാൻ പറ്റുന്നത് നമുക്ക് ഈ ഗോൾഡൻ കളർ USD ഫോർക്ക് തന്നെയാണ്. അതിലും നമുക്കിതിൽ കുറച്ചുകൂടെ കളർ കൂടുതൽ കിട്ടുന്നുണ്ട്. എന്നാൽ ഏറ്റവും പുതിയ NX200 വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്നും ഇതിലോട്ട് ശകലം ഗോൾഡ് കളർ കുറവുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൊടുത്തിരിക്കുന്നത് രണ്ടും USD ഫോർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വണ്ടി ഓഫ് റോഡും ലോങ് ടൂറിനും പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ ടയേഴ്സും കാര്യങ്ങളും ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. എന്നാൽ പൂർണ്ണമായിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് നമുക്ക് വേണമെങ്കിൽ ടൂർ ചെയ്യാം, പക്ഷെ പൂർണ്ണമായിട്ട് ഇത് ഓഫ് റോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു ഡ്യുവൽ പർപ്പസ് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ MRF ടയറാണ് രണ്ട് വണ്ടിക്കും ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. 110, 70, 17 രണ്ട് വീലും നമുക്ക് ഫ്രണ്ടിലായിട്ട് വരുന്നത്. പിന്നീട് നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഹാൻഡ് ഗാർഡ് വന്ന് ഇവിടെ ഇടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡിസൈനിൽ ചെറിയൊരു കയറ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള വിൻഷീൽഡ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സെയിം ഇത് തന്നെയാണ് നമുക്ക് പുതിയ NX200 വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ആ ഒരു കയറ് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ മാർക്കറ്റ് കുറച്ചുകൂടെ ടഫായിരിക്കും വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഡിസൈനിൽ കട്ട് ചെയ്തെടുത്ത് വെക്കേണ്ടി വരും. ഫ്രണ്ടിലായിട്ട് നമ്പർ പ്ലേറ്റ് കൊടുത്തേക്കുന്ന ഭാഗം അത് ഡിക്റ്റോ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു മാറ്റം ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഈ ഒരു ടാങ്കിൻ്റെ കവളിൽ വരുന്ന ഈ ഒരു ഇത് കണ്ടില്ലേ, ഈ ഒരു പീസ് കണ്ടില്ലേ, ഇത് ഗ്രേ കളറാണ്. ഹോണ്ട എന്നുള്ള എംബ്ലോം കൊടുത്തിരിക്കുന്നു. അതേപോലെ എയറോഡൈനാമിക് ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ സെയിം സെറ്റപ്പാണ് ഇവിടെ വന്നപ്പോൾ തന്നെ ആ ഒരു ഗ്രേ വന്ന ഭാഗത്ത് നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷായി. ആ സെയിം 3D എംബ്ലോം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ എയർവിൻഡും കാര്യങ്ങളെല്ലാം അതുപോലെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എന്നാൽ ആ ഒരു ഗ്രേ കളർ അവിടെ മാറി പിയാനോ ബ്ലാക്ക് ഫിനിഷായി. പിന്നെ ഇത് ഏറ്റവും പുതിയ ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂവിൽ ബ്ലാക്ക്, അതായത് പിയാനോ ബ്ലാക്ക് വരുന്ന തീമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൽ നിൽക്കുന്നത്
കണ്ടല്ലേ 200 എന്നെഴുതിയേക്കുന്ന ഗ്രാഫിക്സ് ഈ രീതിയിലാണ് 2024 മോഡലിൽ ലാസ്റ്റ് വന്നിരുന്നെങ്കിൽ ഏറ്റവും പുതിയ NX200 കണ്ടില്ലേ NX എഴുതി ആ 200 എന്നുള്ള എഴുത്തൊക്കെ മാറ്റി അവിടുന്ന് മാറി 200 എന്നുള്ള എഴുത്ത് നമുക്ക് പണ്ടത്തെ വണ്ടിയിൽ ബാക്കിൽ കണ്ടില്ലേ ഈ ഒരു പീസിൽ സ്റ്റിക്കറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ CB200X എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കൊടുത്തിരുന്നു. നേരെ നമുക്ക് NS200 വരുവാണെങ്കിൽ കണ്ടില്ലേ 200 എന്നുള്ള ബാഡ്ജിങ് ബാക്കിലത്തെ കൗൾ പീസ് കൊടുത്തിരിക്കുന്നു. അതിൽ ഒരു ഗ്രേ കളർ എലമെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തുള്ള CB200X എഴുതിയ ഭാഗം ഇവിടെ NS200 കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, അത് പ്ലെയിൻ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ അവിടെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഞാൻ നടുക്ക് വരാം. ഈ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റം രണ്ട് വണ്ടിയിലും എടുത്തറിയാവുന്നതാണ്. കണ്ടല്ലേ ഈ മിറേഴ്സും കാര്യങ്ങളൊക്കെ ഡിക്റ്റോ തന്നെയാണ് വന്നിരിക്കുന്നത്, അതിൽ മാറ്റമില്ല. എന്നാൽ മീറ്ററിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മീറ്റർ കണ്ടില്ലേ ഈ രീതിയിലാണ് ഇതിൻ്റെ മീറ്റർ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആണ്. എന്നാൽ ഇതിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഗിയർ പൊസിഷന്, ഫ്യൂവലിൻ്റെ വാണിങ്, ടൈം, RPM അങ്ങനെയുള്ള വാണിങ്സും കാര്യങ്ങളെല്ലാം കൊടുത്തൊരു കുഞ്ഞൻ ഒതുങ്ങിയ മീറ്റർ. ഇതിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഫങ്ഷൻസോ കാര്യങ്ങളൊന്നും എടുത്ത് പറയാനില്ല. എന്നാൽ നേരെ നമുക്ക് പുതിയ വണ്ടിയുടെ മീറ്റർ വരുവാണെങ്കിൽ ഈ സൈഡ് വരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 4.2 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ. ഈ ഒരു മീറ്ററിൽ എന്തൊക്കെ അറിയാൻ പറ്റും എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. ഹോണ്ട റോഡ് സിംഗ് എന്നുള്ള ആപ്ലിക്കേഷൻ വഴി കണക്ട് ചെയ്താൽ 10x10 നാവിഗേഷൻ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൂടി 10x10 നാവിഗേഷൻ, അതേപോലെ നമുക്ക് കോൾസ് ആൻഡ് SMS അലേർട്ട്, പിന്നെ നമുക്ക് മ്യൂസിക് കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള മീറ്റർ. ഇതിൽ നമുക്ക് സ്വിച്ചബിൾ ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്യുവൽ ചാനൽ ABS സേഫ്റ്റിയുടെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഡ്യുവൽ ചാനൽ ABS വിത്ത് ട്രാക്ഷൻ കൺട്രോളും കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ HSTC എന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ ആണ്, സ്വിച്ചബിൾ ആണ്. ഡബിൾ ആരോ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു സ്വിച്ചിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുവാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ ഓഫായി, അതേപോലെ ലോങ് പ്രസ് പിടിക്കുവാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ വീണ്ടും ഓണായി. ഈ രീതിയിലാണ് ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ പ്രീമിയം ആയിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ്. ഇനിയും നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ജനറലിനകത്ത് കയറി കഴിഞ്ഞാൽ ഏറ്റവും താഴെ ബ്ലൂടൂത്ത് കണ്ടില്ലേ, ബ്ലൂടൂത്ത് പെയറിംഗ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പുതിയ മീറ്ററിൽ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നേക്കുന്നത്. ആ പഴയ മീറ്ററിനെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ഒരു മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മീറ്ററിൽ നിന്നും ഈ ഒരു മീറ്ററിലോട്ട് വന്ന സമയത്ത് ഇതിൽ കുറച്ച് ഫങ്ഷൻസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ടോട്ടൽ കിലോമീറ്റർ എന്നുണ്ടല്ലേ, ഇത് ഫ്യൂവലിൻ്റെ വാണിങ്, ഗിയർ പൊസിഷന്, RPM, എക്കോയെ, പിന്നെ മൊബൈൽ കണക്ടിവിറ്റി കൂടി വരുന്നത്. ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഭാഗത്തായിട്ട്. അതെങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സെറ്റിങ്സിൽ കയറുക, സെറ്റിങ്സ് കയറി ഡിസ്പ്ലേക്കകത്ത് കയറി കഴിഞ്ഞാൽ താഴെ ഫേവറേറ്റ് ഇൻഫർമേഷൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ കിലോമീറ്റർ, ലൈവ് മൈലേജ്, ട്രിപ്പ് എയുടെ ലൈവ് മൈലേജ്, ട്രിപ്പ് എയുടെ ആവറേജ് മൈലേജ്, ട്രിപ്പ് B, ഞാൻ ട്രിപ്പ് Aക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും Bക്ക് വരും. അതുകൂടാതെ നമുക്ക് ആവറേജ് സ്പീഡ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മീറ്ററിനകത്ത് ഹോണ്ട ഫേവറേറ്റ് ഇൻഫർമേഷനകത്ത് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു സൈഡിൽ കാണാവുന്നതാണ്. വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമുക്കൊരു USB-C പോർട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ USB-C പോർട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ ആ പറഞ്ഞ ഓപ്ഷൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. USB-C പോർട്ട് നമുക്ക് നിലവിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇത്ര ഓപ്ഷൻസ് ആണ് മീറ്ററിന്റെ ഭാഗത്തുള്ളത്. അത് കഴിഞ്ഞ് വരുന്നത് ഇതിന്റെ സ്വിച്ചസ് ആണ്. ബേസിക് ആയിട്ടുള്ള സ്വിച്ചസ് ആണ് നമുക്ക് ഇതിന് വരുന്നത്. പാസ് ലൈറ്റ്, ഡിമ്മർ ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോണ്, ഈ സൈഡിലായിട്ട് എൻജിൻ കിൽ സ്വിച്ച്, ഹസാർഡ്, സെൽഫ്. നേരെ നമുക്ക് NX200 വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ പ്രീമിയം ആയിട്ടുള്ള സ്വിച്ചസ് ആണ്. ഈ സൈഡിലായിട്ട് നമുക്ക് ഡിമ്മർ ബ്രൈറ്റ്, പാസ്, ഇതിൽ നമുക്ക് അപ്പ്, ഡൗണ്, റൈറ്റ്, ലെഫ്റ്റ്, ഈ രീതിയിൽ ഈ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ളത് കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റർ, ഹോണ്, എൻജിൻ കിൽ സ്വിച്ച്, ഹസാർഡിന്റെ സ്വിച്ച്, സെൽഫ്. നമുക്ക് ഈ ഭാഗത്ത് ഹോണിന്റെ സ്വിച്ച് ഉണ്ടല്ലേ, ഈ ഒരു ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ പ്രീമിയം ആക്കിയിട്ട് ഒരു ഗ്രേ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്വിച്ചസിന്റെ ഭാഗത്ത് വരുന്നത്. ഹാൻഡിൽ ബാറിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും സെയിം തന്നെയാണ്, കളർ വ്യത്യാസമുണ്ട്. ഇത് ഗ്രേ കളറാണ്, ഇത് ബ്ലാക്ക് കോട്ടിംഗ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ തന്നെയാണ്. ഹാൻഡിലിന്റെ നമുക്ക് ഇന്നിച്ചൊക്കെ നിന്ന് ഈസി ആയിട്ട് ഓടിക്കാവുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ ആ രീതിയിലൊക്കെ കൊടുത്തിരിക്കുന്നു. അതിന് കുറച്ച് ഹൈറ്റ് കൂടിയ ഒരു ബാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് രണ്ട് വണ്ടിക്കും സെയിം തന്നെയാണ്. എന്നാൽ കളറിന്റെ ഭാഗത്ത് ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഹാൻഡിൽ ഗാർഡ് കണ്ടല്ലേ, അതൊക്കെ ഡിക്റ്റോ തന്നെയാണ്, സെയിം തന്നെയാണ്. ആകെപ്പാടെ വരുന്ന വ്യത്യാസം നമുക്ക് താക്കോൽ ഓണാക്കുമ്പോൾ പാർക്ക് ലൈറ്റ് NX200 കത്തി കിടക്കും.
ഡ്യുവൽ സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് വണ്ടിക്കും. രണ്ട് വണ്ടിയുടെയും ഒരേപോലെയാണ്. ബാക്കിലെ സീറ്റിൽ അത്യാവശ്യം നല്ല ആട്ട് കണ്ടില്ലേ, നല്ല ആട്ടമുണ്ട്. എന്നാൽ നമുക്ക് കുഷ്യനായിട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവറിൻ്റെ ഭാഗത്ത്, അതായത് വണ്ടി ഓടിക്കുന്ന ആൾക്ക് അത്യാവശ്യം നല്ല കംഫോർട്ട് കിട്ടുന്ന രീതിയിലാണ്. അങ്ങനെയാണ് സീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഹോണ്ട സെറ്റ് ഇരിക്കുന്നത്. സ്പ്ലിറ്റ് ആയിട്ടുള്ള സീറ്റാണ്. അതേപോലെ നമുക്ക് ഒരു സ്പോർട്ടി കാറ്റഗറി അല്ല, നമുക്ക് നടുവൊക്കെ നേരെ ഇരുന്ന് ഓടിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനായാലും സീറ്റിൻ്റെ പൊസിഷനായാലും ഹോണ്ട സെറ്റ് ഇരിക്കുന്നത്. 12 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ടാങ്ക് ഓപ്പൺ ആക്കാനുള്ളതും ഇങ്ങനും അത് രണ്ട് വണ്ടിക്കും സെയിം തന്നെയാണ്. ഇഗ്നിഷന് നമുക്ക് ഫ്രണ്ടിൽ തന്നെയാണ് രണ്ട് വണ്ടിയുടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ബാക്ക് സൈഡും രണ്ടിൻ്റെയും ഏകദേശം ഡിക്റ്റോ തന്നെയാണ് വരുന്നത്. എക്സ് ഷേപ്പിലുള്ള ടെയിലൈറ്റ്, ഗ്രാബ് റെയിൽ മാറ്റമുണ്ട്. ഇത് ബ്ലാക്ക് ഫിനിഷാണ്, ഇത് ഗ്രേ ഫിനിഷാണ്. അതേപോലെ ആ ഒരു ടെയിലിൻ്റെ സെക്ഷനും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് വണ്ടിക്കും ഹസാർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. താക്കോൽ ഓണാക്കുമ്പോൾ നമുക്ക് ബാക്കിലത്തെ LED ഇൻഡിക്കേറ്റർ കത്തൂല, ഫ്രണ്ട് മാത്രമേ കത്തുള്ളൂ. അത് നമുക്ക് ഇതിനും അതുപോലെ തന്നെയാണ്. ഇതിന് രണ്ടും കത്തത്തില്ല എന്നുള്ളതേ ഉള്ളൂ. സൈലൻസറും ഒക്കെ സെയിം തന്നെയാണ്. കണ്ടല്ലേ ബാക്കിലെ ഡിസൈൻ ഈ രീതിയിൽ, അത് ഡിക്റ്റോ തന്നെ, അതിൽ മാറ്റമില്ല. ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ് മാറ്റം വരുന്നത്. ബാക്കിൽ ടയർ നോക്കിക്കഴിഞ്ഞാലും 140, 17, 70 ടയറും കാര്യങ്ങളൊക്കെയാണ്. അതിലും മാറ്റമൊന്നുമില്ല. ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ ഡുവൽ പർപ്പസ് ടയർ. ബാക്കിൽ നമുക്ക് ഡിസ്ക് വരുന്നുണ്ട് രണ്ട് വണ്ടിക്കും. ഇതിന് നമുക്ക് ABS വരുന്നുണ്ട്. ഇതിന് നമുക്ക് ABS വരുന്നില്ല, പക്ഷേ ഡിസ്ക് വരുന്നുണ്ട്. അതേപോലെ രണ്ട് വണ്ടിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോണോ ഷോക്കാണ് രണ്ട് വണ്ടിക്കും കൊടുത്തിരിക്കുന്നത്. പ്രീ ലോഡായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഫിസിക്കലി വന്നിരിക്കുന്ന ഒരു മാറ്റം. ഗിയറിൻ്റെ പൊസിഷനും ഗിയറിൻ്റെ സെറ്റപ്പും യൂണിവേഴ്സൽ ടൈപ്പ് തന്നെയാണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, അതിലൊരു മാറ്റവും ഇല്ല. ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. സൈഡ് സ്റ്റാൻഡിൽ ഇൻബിൽറ്റ് സെൻസറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഒരു മാറ്റവും ഹോണ്ട കൊണ്ടുവന്നിട്ടില്ല. ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഡ്യുവൽ ചാനൽ ABS, ട്രാക്ഷൻ കൺട്രോൾ, TFT ഡിസ്പ്ലേ, പിന്നെ മൊബൈൽ ചാർജർ, പുതിയ പേര് NX200 എന്നുള്ള പുതിയ പേര്, ആ രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. അതേപോലെ എടുത്തു പറയേണ്ട കാര്യമാണ്, രണ്ട് വണ്ടിയുടെയും സീറ്റ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് 110 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ ഒരു 5.5 ഒക്കെ ഹൈറ്റുള്ള ആൾക്ക് സിമ്പിളായിട്ട് കയറിയിരുന്ന് നമുക്ക് വണ്ടി ഓടിക്കാവുന്ന രീതിയിലാണ് രണ്ട് വണ്ടിയുടെയും സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ 167 mm ആണ് രണ്ട് വണ്ടിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പൂർണ്ണമായിട്ടൊരു ഓഫ് റോഡിങ് വണ്ടി അല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് വണ്ടിക്കും എഞ്ചിന് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലേ ഈ രീതിയിൽ എഞ്ചിൻ പ്രൊട്ടക്ഷൻ നമുക്ക് രണ്ട് വണ്ടിക്കും കൊടുത്തിട്ടുണ്ട്. അത് ഒരേ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ എഞ്ചിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 184.4 cc എഞ്ചിനാണ് രണ്ട് വണ്ടിയും കൊടുത്തിരിക്കുന്നത്. 17 bhp പവർ, 8500 RPM-ലും 15 Nm ടോർക്കറ്റ്, 6000 RPM-ലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 5 സ്പീഡ് ഗിയർ ബോക്സും. അതേപോലെ നമുക്ക് ഇപ്പം പുതിയ NX200 147 കിലോയാണ് വരുന്നത്. ഇതിന് ഒരു പൊടി കൂടെ കൂടുതലുണ്ട്. അതേപോലെ 12 ലിറ്റർ ടാങ്കാണ് രണ്ട് വണ്ടിയിലും സെറ്റ് ചെയ്തിരിക്കുന്നത് ഹോണ്ട. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്പെക്കും കാര്യങ്ങളെല്ലാം ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് വണ്ടിയുടെയും നമുക്ക് ഒറ്റ നോട്ടത്തിൽ എടുത്തു പറയാൻ പറ്റിയ ഒരു ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ഈ വണ്ടി. അപ്പോൾ ഇന്ന് ഈ രണ്ട് വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നിരിക്കുന്നത് കോന്നിലെ മുത്തൂറ്റ് ഹോണ്ടയാണ്. അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. വണ്ടി ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിനും വണ്ടി വാങ്ങിക്കാനുള്ള അവസരം കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ്. ഇനി ഒരു കാര്യമുള്ള, വണ്ടിയുടെ സൗണ്ടും സെയിം തന്നെയാണ് വരുന്നത്. അതിൽ കാരണം എൻജിൻ വ്യത്യാസമൊന്നുമില്ല. രണ്ട് വണ്ടിക്കും സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എൻജിനും ഈ ഒരു ഇതിൻ്റെ ക്ലച്ചിൻ്റെ പൊസിഷനും അതൊക്കെ കറക്റ്റ് തന്നെയാണ്. രണ്ട് സ്മൂത്ത് തന്നെയാണ്. ഇനി നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഈ രീതിയിലാണെങ്കിൽ നമുക്ക് NX200 അല്ലെങ്കിൽ നമുക്ക് CB200Xൽ വരുന്ന സമയത്ത് ഈ രീതിയിലാണ് സൗണ്ടും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ രണ്ട് വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് CB200X ആണോ NX200 ആണോ ഒക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ.